തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കെട്ടിയൊരുങ്ങി പോകുന്നതൊക്കെ കൊള്ളാം. എന്തായി വിഷ്ണുവിന്റെ ജാമ്യം? ഞാനൊന്ന് ഫ്രീ ആവട്ടെ. അത് ചോദിച്ചപ്പോ പറഞ്ഞു പ്രേമിച്ച് തിരിച്ചു കിട്ടട്ടെ എന്ന്. തിരിച്ചു കിട്ടിയല്ലോ, ഇനി എന്താ താമസം? എന്റെ ചേച്ചിയുടെ അവസ്ഥ നിനക്കറിയാലോ, നീയും കൂടി കണ്ടതല്ലേ. അതൊന്ന് മാറട്ടെ. ചേച്ചി സംസാരിക്കണം. എന്തിന്? എനിക്കറിയണം എന്റെ ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന്. അതിനുശേഷം മാത്രമേ ഞാൻ ഇനി കോടതിയിലേക്ക് പോകുന്നുള്ളൂ. ചേച്ചിയുടെ സംസാരം ഞാനും തമ്മിൽ എന്താ ബന്ധം? അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എങ്ങനെ ചേച്ചിക്ക് ഈ അവസ്ഥ വന്നു എന്ന് ചേച്ചി വിശദീകരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്തും ചെയ്യൂ. ഓ, അപ്പൊ സിദ്ധോടൻ എന്നെ സംശയിക്കുന്നുണ്ട്. എന്റെ ചേച്ചിയുടെ കേസിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഞാൻ സംശയിക്കുന്നുണ്ട്. എനിക്കതിലൊരു പങ്കുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കും ചേച്ചി സത്യം പറഞ്ഞു കഴിയുമ്പോ. കൂടുതൽ ആള് കളിക്കാൻ നിന്ന നമ്മൾ തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റിൽ നിന്ന് ഞാനങ്ങ് പിന്മാറും. ഓ, ഡിവോഴ്സിനോട് സഹകരിക്കില്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എങ്കിലേ ആ വിഷ്ണു അകത്ത് തന്നെ കിടക്കും. അത് വെറുതെയാ സിദ്ധേട്ട. വിഷ്ണുവിനെ പുറത്തിറക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വരെ ഞാൻ അഭിഭാഷകരെ കൊണ്ടുവരും. ഇന്നതിനെനിക്ക് കഴിയും. എങ്കിൽ ചെയ്യടി. സുപ്രീം കോടതി എന്നല്ല, ഇന്റർനാഷണൽ കോടതി നാളെ വന്നാലും ശരി, വിഷ്ണുവിനെ പുറത്തിറക്കാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാനത് ചെയ്യും. ആരാ ജയിക്കാൻ പോകുന്നതെന്ന് നിനക്ക് അപ്പ കാണാം. ഭീഷണിയാണോ? ഞാനാരെയും ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല. പറഞ്ഞ വാക്ക് പാലിക്കില്ലെന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് സാവകാശം വേണം. എന്റെ ആവശ്യം ജെന്യൂനാണെന്ന് നിനക്കും അറിയാലോ. പ്രേമിച്ച് സംസാരിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തും. എന്റെ ചേച്ചിക്ക് ഇന്ന് ഈ അവസ്ഥയുണ്ടാക്കിയ സകലരെയും ഞാൻ ശിക്ഷിക്കും. എന്നിട്ട് ഞാനിനി കോട്ടിടും. ഈ തീരുമാനത്തിൽ തൽക്കാലം ഒരു മാറ്റമില്ല. സ്വാമി, സാറോ? സാറെന്താടാ? ഇതിലേ പോയപ്പോ ഒന്ന് കയറിയതാ. വീണൂന്ന് കേട്ടു. ഒന്നും പറയണ്ട സാറേ, കാലിനുണ്ടാവുമല്ലോ കാലക്കേട്. കിട്ടിയപ്പോ നല്ല വൃത്തിക്ക് കിട്ടി. സത്യവും ധർമ്മവും നീതിയൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നല്ലോ സ്വാമി. പിന്നെ എന്തു പറ്റി? എനിക്ക് എങ്ങനെ അറിയാം സാറേ? ഇന്നലെ രാത്രി എന്തായാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരോ ഉണ്ടായിരുന്നത്? വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഏയ്, ഒരാളും കൂടി ഉണ്ടായിരുന്നു. സാറ് എന്തൊക്കെയാ പറയണ? വീഴുമ്പോ ഞാൻ തനിച്ചായിരുന്നു. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാ സ്വാമി. വീഴുമ്പോ എല്ലാവരും തനിച്ചായിരിക്കും. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോ? വേദനയുണ്ടോ? ഉണ്ടോന്നോ? പ്രാണം പോണ വേദനയായിരുന്നു. ഇപ്പൊ കുറവുണ്ട്. അല്ല, മരുന്ന് മേടിച്ചോ? ഞാൻ ഈ നാട്ടുവൈദ്യം ആയുർവേദമൊക്കെ അല്ല സാറേ. അത് പോരാ, പ്രായത്തിലേക്കായില്ലേ. നന്നായിട്ട് പരിശോധിച്ച് വേണം മരുന്ന് കഴിക്കാൻ. അതിന് നല്ലൊരു ഡോക്ടറെ കാണണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല സാറേ. എന്ത് ബുദ്ധിമുട്ട്? ഡോക്ടറല്ലേ മുമ്പിൽ ഇരിക്കുന്നേ. ഞാൻ പരിശോധിച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. അതൊന്നും ഇപ്പൊ വേണ്ട സാർ. ഒരു ദിവസത്തെ റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത്ര എളുപ്പം പോവില്ല സ്വാമി. വടികൊണ്ടാ ഞാൻ എറിഞ്ഞത്. വടിയുണ്ടോ? ആർക്കിട്ടത്? ഓ, ആ വിവരം സ്വാമി അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇന്നലെ രാത്രിയിലെ ക്ഷണിക്കാതെ എൻ്റെ വീട്ടിൽ 2 അതിഥികൾ വന്നു. കള്ളന്മാരാണോ വേറെ എന്തിനെങ്കിലും വന്നതാണോ എന്നറിയില്ല. എന്തായാലും അതിലൊരാളെ ഞാൻ വടികൊണ്ട് എറിഞ്ഞു വീഴ്ത്താൻ നോക്കി. മുതുകത്തെ ഏറി കിട്ടിയത്. പക്ഷേ അവർ ഓടിക്കളഞ്ഞു. ഭാഗ്യം ആ സമയത്ത് സ്വാമിയൊന്നും ആ ഭാഗത്ത് വരാതിരുന്നത്. വന്നിരുന്നെങ്കിലേ അത് സ്വാമിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചേനെ. ഇപ്പോ ആ സംശയമില്ലല്ലോ. സ്വാമി വേറെ എവിടെയാണല്ലോ വീണത്. മറ്റേത് വടിയായിരുന്നു. എന്നാ പോട്ടെ സ്വാമി,
വേദന കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി, പെയിൻ കില്ലർ പറഞ്ഞുതരാം. ആ ശരി. വീട് വരെ പോയിട്ട് വരാറുന്നില്ലേ ചേട്ടച്ചന്? എന്താവശ്യത്തിന് ഞാനുണ്ടല്ലോ ഇവിടെ. മനസ്സിനൊരു സ്വസ്ഥതയില്ല മോളെ, അതാ എങ്ങും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. എങ്ങനെ നടന്നിരുന്ന ആളാ പ്രേമ, ഇപ്പോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എല്ലാം ശരിയാവും ചേട്ടച്ച. പ്രേമിച്ചിട്ട് ഈ വയ്യായികയൊക്കെ മാറും. കാണാതായ പ്രേമിച്ച് തിരിച്ചു കിട്ടിയില്ലേ, അതന്നല്ലേ ഏറ്റവും വലിയ കാര്യം. ചികിത്സ കഴിയുമ്പോൾ പ്രേമിച്ച് പഴയതുപോലെ തന്നെ ആവും. ആദ്യം എനിക്കും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്നറിയില്ല, ആത്മവിശ്വാസം ഓരോ നിമിഷം കഴിയുന്തോറും കുറഞ്ഞാ വരുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രതീക്ഷ, ഇതൊക്കെയാ ഈ കിടക്കുന്നവരുടെ ബലം. നമുക്കേ ശരിയാവുന്ന വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചേട്ടച്ച പ്രേമിച്ചിക്കതുണ്ടാവുക. ദൈവയ്ക്ക് അറിയാലോ ഞങ്ങൾ എന്തുമാത്രം സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നതെന്ന്. അതിനൊന്നും ഇപ്പോഴും ഒരു കുറവുമില്ല. വേറെ ആരുമില്ലെങ്കിലും ഞാൻ നോക്കൂ എന്റെ പ്രേമയെ പൊന്നുപോലെ. എനിക്ക് അവളല്ലാതെ വേറെ ആരാ ഉള്ളത്? അത് ദൈവത്തിനും അറിയാലോ. അതുകൊണ്ട് പ്രേമിച്ച് എത്രയും വേഗം ദൈവം ശരിയാക്കി തരും. എല്ലാം പഴയതുപോലെ ആവും ചേട്ടച്ച. നിങ്ങൾക്ക് പഴയതുപോലെ ജീവിക്കാനും പറ്റും. ആ വരുന്ന പോലെ വരട്ടെ, അല്ല എന്ത് ചെയ്യാനാ? അല്ല ഇപ്പോഴും പാർവതിയമ്മ കാണാമറയത്ത് തന്നെയാണല്ലേ മോളെ? പ്രേമിച്ച് വന്നില്ല ചേട്ടച്ച. അതുപോലെ ഒരു ദിവസം എൻ്റെ അമ്മയും വരും. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. നമ്മൾ ദൃഢമായിട്ട് വിശ്വസിക്കണം ചേട്ടച്ച, എങ്കിലേ അത് നടക്കും. പ്രേമിച്ച് വരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു, അത് നടന്നു. അതുപോലെ അമ്മയും തിരിച്ചു വരും, അതുറപ്പാ.